പക്ഷേ ഈ UDAT കിട്ടിയ ആളുകൾക്കും റെയിൽവേ വേറെ പാസ് എടുക്കണം, KSRTC വേറെ എടുക്കണം, പ്രൈവറ്റിന് വേറെ എടുക്കണം. ഇങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിൽ മുഖ്യമായത് മാറ്റം വരണം. മറ്റേ നിരാമയോട് പറഞ്ഞു വരുന്നു. പിന്നെ നമുക്ക് സർക്കാർ ഉദ്ദേശിച്ച ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററാണ്. ഇത്രയും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഇവിടെ മറ്റേ ഗവൺമെന്റ് നയപ്രഖ്യാപനത്തിൽ പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നിവിടെ ബഡ്സ് സ്കൂള് ഒരു പഞ്ചായത്തും ഇല്ലാത്ത പഞ്ചായത്തുകൾ എത്രയോ പഞ്ചായത്തുകൾ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററായി മാറ്റണം. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ജോലി സാധ്യതകളും കണ്ടെത്തണമെന്നാണ് ഞങ്ങൾ മറ്റൊരു ആവശ്യം. പിന്നെ 4% ജോലി സംവരണം. ഇതുവരെ ഭിന്നശേഷി മേഖലയ്ക്ക് 3% ജോലി സംവരണം. ഇന്നിപ്പോൾ 4% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1% ഇന്റലക്ച്വലി ഡിസബിലിറ്റി ആൾക്കാണ്. അത് നമ്മള് ഒരു റൊട്ടേഷൻ വൈസ് CP, സെറിബ്രൽ പാൾസി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, മെന്റൽ റിട്ടാർഡേഷൻ, ഇവർക്ക് റൊട്ടേഷൻ വൈസിൽ ഈ വിഭാഗങ്ങൾക്ക് ആ 1% സംവരണം നിർബന്ധമായി മാറ്റി കൊടുക്കണം എന്നാണ് ഞങ്ങൾ മറ്റൊരു ആവശ്യം.